നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ പാർക്കുന്ന മനുഷ്യരിൽ ഒട്ടനവധി ആൾക്കാർ ജീവിക്കുവാൻ വേണ്ടി നിരന്തരം കഠിനമായ പോരാട്ടം നടത്തുന്നവരാണ്. അങ്ങനെയുള്ള കഠിനാധ്വാനത്തിൽ തന്നെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെട്ട് മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ. അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവും, ഈ ശബ്ദവും കേൾക്കുന്നുണ്ടാവും. പക്ഷെ കഠിനാധ്വാനങ്ങൾ കൊണ്ട് പ്രയോജനമില്ലാതെയാകുന്ന, വിധി എല്ലായ്പ്പോഴും ജീവിതത്തെ നോക്കി പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന, തികച്ചും ഇരുളടഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കൂടി ജീവിതത്തെ എങ്ങോട്ടെന്നില്ലാതെ തള്ളി നീക്കേണ്ടി വരുന്ന വിധിയുടെ ബലിമൃഗങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, നമ്മുടെ കൺമുൻപിലുണ്ട്. അവർ നിരന്തരം മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവൻ നിലനിർത്തുവാൻ വേണ്ടി. അവരുടെ കൊച്ചു കൂരകൾക്കുള്ളിലേക്ക് ചെന്നാൽ കരളലിയിക്കുന്ന നിരന്തരമായ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുക. സാധ്യതകൾ പരിമിതമായതുകൊണ്ട് പലതും പുറം ലോകത്തിൻ്റെ മുൻപിൽ എത്താറില്ല. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ അതിപ്രസരണമുള്ള ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി തകർന്നുപോയ ജീവിതങ്ങളുടെ ചിത്രങ്ങൾ, ജീവിതവുമായി മല്ലടിക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങളുടെ നേർക്കാഴ്ചകൾ അപ്പപ്പോൾ അത് നമ്മുടെ മുൻപിലേക്ക് പലരും എത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സങ്കട കാഴ്ചയുമായി കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, സഹോദരൻ അഭിലാഷ് രംഗത്തെത്തി. അഭിലാഷ് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അത്ര പെട്ടെന്ന് മറക്കുവാൻ കഴിയുന്നൊരു വ്യക്തിയല്ല. ബിഗ് ബോസിലുണ്ടായിരുന്ന അഭിലാഷ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു സഹായത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. മുൻപോട്ട് നീങ്ങുവാനുള്ള എല്ലാ സാധ്യതകളും തകർന്നു വീണ ഒരു കുടുംബം, ഒരു സഹോദരി അഭിലാഷിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ ദൈന്യത വെളിപ്പെടുത്തിയപ്പോൾ അത് പുറം ലോകത്തെത്തിക്കുവാൻ ഒരു വീഡിയോയുമായി അഭിലാഷ് എത്തിയതാണ്. സത്യത്തിൽ കരളലിയിക്കുന്ന രംഗങ്ങളാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. നൊന്തുപെറ്റ ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി എല്ലാ വാതിലുകളിലും മുട്ടിത്തളരുന്ന കാഴ്ച. ചെറുപ്പക്കാരിയായ ആ സഹോദരിയുടെ ദൈന്യത നിഴലിക്കുന്ന മുഖം സത്യത്തിൽ കരളലിയിക്കുന്നതാണ്. മനുഷ്യന്റെ അഭിമാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നാൽ മുൻപോട്ട് നീങ്ങുവാനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തിരിച്ചറിയുമ്പോൾ അഭിമാനം പോലും മനുഷ്യന് പിന്നീട് ഒരു പ്രശ്നമാകാറില്ല. അതുകൊണ്ട് അവർ സമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അഭിലാഷിനെ ആശ്രയിക്കുകയും അദ്ദേഹത്തിൽ കൂടി അവർ സമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ സന്തോഷത്തിന്റെ സമൃദ്ധിയിൽ ആഹ്ലാദിച്ച് നല്ല വിദ്യാഭ്യാസം, നല്ല കരിയർ ഇതൊക്കെ ലഭ്യമാകണം എന്നുള്ള സ്വപ്നത്തോടു കൂടി തന്നെ ജീവിച്ചു വളർന്നു വരേണ്ട ഒരു പെൺകുട്ടി. അവൾക്ക് സ്കൂളിൽ പോകുവാൻ കഴിയാതെയായിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരു മാരകമായ രോഗത്തിന്റെ പിടിയിൽ അമർന്നുപോയ ആ കുഞ്ഞ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ മുൻപിലാണ്. ആ ഒരു കടമ്പ കടന്നു കിട്ടുവാൻ അവരുടെ മുൻപിലുള്ളത് ഭാരിച്ച ചിലവുകളാണ്, ലക്ഷങ്ങളാണ്. ലക്ഷങ്ങൾ എന്ന വാക്ക് മറ്റുള്ളവരുടെ വായിൽ കൂടി കേൾക്കുന്നതല്ലാതെ നേരിട്ടൊരിക്കൽ പോലും ലക്ഷങ്ങൾ കണ്ടിട്ടില്ലാത്ത, അങ്ങനെ കാണാൻ ത്രാണിയില്ലാത്ത ഒരു കുടുംബം. അവരിപ്പോൾ ജീവിതത്തിന്റെ നാൽക്കവലയിൽ പകച്ചു നിൽക്കുകയാണ്. കരുണ പറ്റാത്ത മനുഷ്യരുടെ മുൻപിൽ കൈനീട്ടുക എന്നുള്ളതിനപ്പുറത്ത് അവരുടെ മുൻപിൽ മറ്റൊരു മാർഗവുമില്ല. ആ കുടുംബത്തിന്റെ നേർചിത്രം അഭിലാഷ് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഭിലാഷ്. ബിഗ് ബോസ് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരു 1.5 മാസമൊക്കെ അടുപ്പിച്ചാവുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോയിലൂടെ വരുന്നത്. ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല ഇത്. കാര്യം, ഞാൻ ഇറങ്ങിയ സമയം മുതൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഫാമിലി, വളരെയധികം വിഷമത്തോടു കൂടി എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഫാമിലി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഫിനാൻഷ്യലി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ? ഒന്നാമത്തെ കാര്യം, ഞാൻ അത്ര വലിയൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നിങ്ങൾ ഓരോരുത്തരിലേക്കും, ഓരോ ആളുകളിലേക്കും, ബിഗ് ബോസാണ് എന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുള്ളത്. ഈ ഓരോ ആളുകളിലൂടെയും ബിഗ് ബോസിലൂടെ എന്നെ ഫോളോ ചെയ്തിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഓരോ ആളുകളിലേക്കും എനിക്ക് എത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യം എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ദൗത്യമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു ഫാമിലിയെ കൈവിടില്ല എന്നുള്ള ഉറപ്പോടുകൂടിയും ആ ഒരു ബോധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് എത്തുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും. ഒരുപാട് ദിവസമായിട്ട് എന്നെ നിരന്തരം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, ചേട്ടാ, കാര്യം എന്തെങ്കിലുമൊക്കെ തിരക്കും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായിട്ട് ഞാൻ മാറിപ്പോകുമ്പോൾ എന്നിട്ടും എന്നെ വിളിക്കുന്നുണ്ട്. സോ ഞാൻ ആ ഫാമിലിയെ ഞാൻ പരിചയപ്പെടുത്താം. അവരവരുടെ ഇമോഷൻ എന്താണെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കും, നിങ്ങളിലേക്ക് പറയും. നിങ്ങളെക്കൊണ്ട് പറ്റുന്നൊരു ഹെൽപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സഹായം, എന്നെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ ഇവരുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് ആ ഫാമിലിയെ കാണാം. ഹലോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കുണ്ടറയ്ക്കടുത്ത് പെരുമ്പുഴയ്ക്ക് അടുത്തുള്ള മൃഗാശുപത്രി മുക്കെന്ന് പറയുന്നൊരു ചെറിയ ജംഗ്ഷനിലെ ഒരു ചെറിയ വീട്ടിലാണ്. ഇതൊരു വാടക വീടാണ്. ഇവിടെ താമസിക്കുന്ന ഒരു വലിയ കുടുംബം. അതായത് അശ്വതിയുടെ അമ്മ, 3 പെൺമക്കൾ, അച്ഛൻ, പിന്നെ മുത്തശ്ശി, ഇങ്ങനെയുള്ളൊരു വലിയ കുടുംബത്തിൻ്റെ അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. വാടക വീടാണിത്. അപ്പോൾ
ഈ ഒരു വീടിൻ്റെ അത്താണി എന്ന് പറയുന്നത് ഇവിടുത്തെ അച്ഛനാണ്. അച്ഛൻ ഓട്ടോ ഓടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ചെറിയ പൈസ, നിത്യച്ചെലവിന് കിട്ടുന്ന ചെറിയ പൈസയ്ക്കാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ നിത്യം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫാമിലിയെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ വീട്ടുകാരോട് തന്നെ ചോദിക്കാം. അശ്വതി പറ, എന്താണ് അശ്വതിയുടെ അവസ്ഥ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മോടെ അവസ്ഥ എന്താണെന്ന്. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. ഒരുപാട് ദിവസം കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നു ഇങ്ങനൊരു എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ ഒരു വീഡിയോയിലൂടെ ആളുകളുടെ മുമ്പിലേക്ക് ഈ ഒരു അവസ്ഥ കാണിക്കുക എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. കാര്യം എൻ്റെ അടുത്ത് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഫിനാൻഷ്യലി ഒരു അത്ര സ്റ്റേബിൾ അല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ ചെയ്യട്ടെ. ഒരുപാട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. സോ എന്താണ് പറയാനുള്ളതെന്ന് അശ്വതിയുടെ അടുത്ത് തന്നെ ചോദിക്കാം. മോൾക്ക് ഹാർട്ട് മയോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖമായതാണ്. ഇപ്പം 3 വർഷം കൊണ്ട് മോള് തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം മോൾക്ക് അവിടെ ആൻജിയോഗ്രാമും എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞപ്പോൾ ശസ്ത്രക്രിയ ചെയ്യണം, ഹാർട്ട് മാറ്റി വെക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ മീറ്റിങ്ങും എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പം കിംസിന്ന് ഇപ്പം നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ശസ്ത്രക്രിയക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. മോള് കഴിഞ്ഞ ആഴ്ച അവിടെ അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഇപ്പം 12 ലക്ഷം രൂപ നമ്മൾ സർജറിക്ക് കെട്ടിവെക്കണം. പിന്നെ അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു മാസം 30,000 രൂപ വെച്ചിട്ട് അത് 1-2 വർഷം നമ്മൾ അതിന്റെ മരുന്ന് എടുത്തോണ്ടിരിക്കണം എന്നാ പറയുന്നത്. ഒരു മാസം 30,000 രൂപ വെച്ചിട്ട്. അപ്പം ഞാൻ തയ്ക്കുകയും വീട്ടിൽ ജോലിക്ക് പോവുകയൊക്കെ ചെയ്താണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ഇനി മുന്നോട്ടുള്ള അല്ല, ഞാൻ കൊല്ലത്തായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ജോലിക്ക്. പിന്നെ തയ്യൽ വീട്ടിലിരുന്ന് തന്നെ ഇവിടെ ഇരുന്നാ തയ്ക്കുന്നത്. അപ്പൊ ഇവര് 3 പെമ്മക്കളാ. ഇവിടെ വാടക വീടാ. ഇവരച്ഛൻ 4 വർഷത്തിന് മുമ്പ് കളഞ്ഞിട്ട് പോയതാണ്. ഈ 3 മക്കളെ നോക്കുന്നത് തയ്യൽ, അതുപോലെ തന്നെ വീട്ടുജോലിക്കൊക്കെ പോയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ അച്ഛൻ ഓട്ടോ ഓടി കൊണ്ടുവരുന്ന വരുമാനത്തിലൊക്കെയാണ് ഇവിടെ താമസിച്ചു പോകുന്നത്. മാസം 30,000 രൂപ വെച്ചിട്ടൊക്കെ ഈ സർജറി കഴിഞ്ഞാലും ഒരുപാട് ചിലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത്രയും വലിയൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു. എന്നത്തേക്കാണ് സർജറിയും കാര്യങ്ങളൊക്കെ? സർജറി ഹാർട്ട് കിട്ടുന്നതിനനുസരിച്ച് ഇപ്പം നമ്മൾ എമൗണ്ട് പ്രിപ്പയർ ആയിട്ടിരിക്കാൻ പറഞ്ഞപ്പോഴായാലും അപ്പം ഹാർട്ട് കിട്ടുന്നതിനനുസരിച്ച് അവർ കോണ്ടാക്ട് ചെയ്യുക. അന്നേരം നമ്മൾ മോളുമായിട്ട് അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മറ്റാരും ഒരു സഹായത്തിനോ ഹെൽപ്പിനോ ഒന്നുമില്ല. ഇതുവരെ എന്തെങ്കിലും നമ്മുടെ ഇവിടെ നാട്ടുകാരോ അങ്ങനെ? നാട്ടുകാര് മോക്ക് ഒരുക്കി ഇതേപോലെ കൊളോണോസ്കോപ്പിയുടെ ഒക്കെ അങ്ങനെയൊക്കെ കുറെ ആവശ്യങ്ങൾ വന്നപ്പം ബിനി മെമ്പർ സഹായിച്ചായിരുന്നു. അപ്പൊ അന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് നാട്ടുകാർ 10,000 രൂപ അങ്ങനെ മോളുടെ ആവശ്യത്തിനായിട്ട് നമ്മുടെ ഈ ഒരു ചെലവിന്റെ ആവുന്നില്ല. പിന്നെ 3 വർഷം കൊണ്ട് മോളെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കൊണ്ട് അത് തന്നെ നല്ലൊരു എമൗണ്ട് ആയിട്ട്. കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം ഓരോ പ്രാവശ്യം നമ്മൾ ട്രീറ്റ്മെന്റ് ട്രിവാൻഡ്രം ഒക്കെ പോയി വരുമ്പോ തന്നെ കാറിലാ കൊണ്ടുപോകുന്ന. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല. ഇത്രയും വലിയൊരു വാടക വീട്ടിലാണ്, മാസാമാസം വാടക അടയ്ക്കണം. പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ചിലവും കാര്യങ്ങളും ഒക്കെ സാധാരണക്കാർ ഇതേ അവസ്ഥയിൽ കൂടെ ഒരുപാട് എൻ്റെ ലൈഫിൽ ഞാൻ പോയിട്ടുള്ളതാണ്. കാര്യം ഇതുപോലെ രോഗാവസ്ഥയിൽ കൂടെ എന്നല്ല പറഞ്ഞത്. ഈ ഒരു അതായത് ഇത്രയും താഴേക്കിടയിൽ കിടക്കുന്നവർക്കേ അറിയുള്ളൂ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ. ഞാനും അനുഭവിച്ചിട്ടുള്ളതാണ് ഒരുപാട്. അതുകൊണ്ടുകൂടെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. എന്തെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്നെ സ്നേഹിക്കാത്തവരാണെങ്കിൽ പോലും എന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേര് കാണും, ഇഷ്ടമുള്ളവർ കാണും. ആരാണെങ്കിലും ശരി, എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായം ഈ ഒരു ഫാമിലിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊച്ചുമോക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 1 രൂപയാണെങ്കിൽ 1 രൂപ ഞാൻ താഴെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാം. 1 രൂപയാണെങ്കിൽ 1 രൂപ, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് എത്ര രൂപയാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു സഹായം ഈ കുഞ്ഞിന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് ഒരു നല്ലൊരു ലൈഫായിട്ട് ഇവക്കും ജീവിക്കാൻ പറ്റും. മോളുടെ പേര് ദിയ. അവരുടെയോ? ദയ, ദിവ്യ. എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ? ഇവര് ഇരട്ടകളാ. ആദ്യത്തെ ഇവര് 6ലാണ് ഇപ്പം പഠിക്കുന്നത്. മോളെ 3 വർഷമായിട്ട് സ്കൂളിൽ വിടുന്നില്ല. മറ്റേ ആളിനെ ഇപ്പൊ LKG ചേർത്ത്. നല്ലപോലെ പഠിക്കണം കേട്ടോ. പഠിച്ച് അമ്മയൊക്കെ നല്ലപോലെ നോക്കണം നമുക്ക് കേട്ടോ. പിന്നെ നമ്മള് ഹെൽപ്പുകൾ ചോദിച്ചത് എല്ലാവരുടെ. പക്ഷെ ഇവക്ക് എങ്ങനെയെങ്കിലും ഈ സർജറി ഒന്ന് ചെയ്ത് മാറണമെന്നുള്ളൊരിതേ ഉള്ളു. മനസ്സിലാവും.
മോള് സ്കൂളിലൊക്കെ പോയിട്ട് ഒത്തിരി നാളായോ? സ്കൂളിലൊക്കെ പോകണ്ടേ? പഠിക്കണ്ടേ? അമ്മയൊക്കെ നോക്കണ്ടേ പഠിച്ച്? സെറ്റാവും കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കേ കേട്ടോ. എന്തോ വിഷമിക്കുന്നത്? ഒന്നുമില്ല കേട്ടോ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, ഇത്രേ പറയുന്നുള്ളൂ. എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായിക്കാൻ താല്പര്യമുള്ളവർ പ്ലീസ് ദയവ് ചെയ്ത് എന്തെങ്കിലും ഈ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുക. 1 രൂപയാണെങ്കിൽ 1 രൂപ അവർക്ക് നിങ്ങളുടെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പായിരിക്കും. ലൈഫിൽ നമ്മൾ ഒരുപാട് രൂപ വെറുതെ നമ്മൾ നശിപ്പിച്ച് കളയുന്ന ആൾക്കാരാണ് പലരും. അപ്പോൾ അതിൽ1 രൂപ നിങ്ങൾ മാറ്റി വെച്ചാൽ ചിലപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പേർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പറ്റുന്ന അത്രയും നമ്മൾ ഈ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. ഈ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്തേ പറ്റുമെന്ന് തോന്നി, ചെയ്യുന്നു. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും, സ്നേഹിക്കാത്ത ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഈ കുഞ്ഞിനെ സ്നേഹിക്കുക, അത്രയേ ഉള്ളൂ. ഈ ഫാമിലിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് ഈ ഒരു ഫാമിലിയുടെ കൂടെ നിൽക്കാം. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ പുറത്തു വരുന്നതിലൂടെ ഈ അമ്മയും ആ കുടുംബവും വലിയ പ്രതീക്ഷയിലായിരിക്കും. അതെ, മനസാക്ഷിയുള്ള ഹൃദയമുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ കൂടി അവരുടെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ മാറി മറിയും എന്നുള്ള പ്രതീക്ഷ. മരണം മാത്രം പ്രതീക്ഷിച്ച് ഈ കുരുന്നു പ്രായത്തിൽ കിടക്കയിൽ തളർന്നു കിടക്കുന്ന ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയും, മിടുക്കിയായി പഠിക്കുവാൻ കഴിയും, നമ്മിലൊരുവളായി ഈ സമൂഹത്തിൽ ചിരിച്ചുല്ലസിച്ച് അവൾക്കും ഒരു ജീവിതം നയിക്കുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ആ കുടുംബത്തിന്റെ മുൻപിൽ വന്നു നിൽക്കുകയാണ്. അഭിലാഷ് പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോയിൽ കൂടി അല്ലാതെ നേരിട്ട് ആ കുടുംബത്തെക്കുറിച്ച് യാതൊരു പരിചയവുമില്ല. പക്ഷേ അത് കണ്ടപ്പോൾ തീർച്ചയായും മനസ്സിനൊരു വലിയ വേദനയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുത്ത് വീണ്ടും ഞാൻ റിയാക്ട് ചെയ്യുന്നത്. 30 ലക്ഷത്തോളം രൂപ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ തുക തന്നെയാണ്. പക്ഷേ 100 പേർ ഒരുമിച്ച് ചേർന്നാൽ, 1000 പേർ ഒരുമിച്ച് ചേർന്നാൽ അതൊരു വലിയ തുകയല്ല എന്നുള്ളത് എത്രയോ തവണ നമ്മുടെ ചുറ്റുപാടുകളിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞൊരു തുകയാണെങ്കിൽ പോലും ആ കുഞ്ഞിന് അതൊരു വലിയ സഹായമായി നൽകിക്കൊണ്ട് ജീവിതത്തിലേക്ക് അതിനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള യജ്ഞത്തിൽ നിങ്ങളും പങ്കാളികളായി തീരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ആ കുഞ്ഞിന് ഒരു പുനർജീവൻ നൽകാം.